മഹാഭാരതത്തിലെ ഏറ്റവും വലിയ നീതിയുടെ മുന്നറിയിപ്പ് ഏതാണെന്നറിയാം. അത് മഹാഭാരതത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ തന്നെയുള്ള സരമ എന്ന് പറയുന്ന നായയുടെ ശാപമാണ്. ജനമേജയൻ നടത്തിയ ഒരു മഹായാഗത്തിലേക്ക് ധാരാളം ആൾക്കാർ വന്നു ചേർന്നു. അവിടെയുള്ള പൗരപ്രമുഖരും പ്രശസ്തരായ രാജാക്കന്മാരും സൈനികരും സമൂഹത്തിൽ അന്ന് രാജപരമ്പരയിൽപ്പെട്ട ഏറ്റവും ഉന്നത കുലജാതരായ മനുഷ്യരും എല്ലാം തന്നെ ഈ ജനമേജയന്റെ യാഗത്തിന് സംബന്ധിക്കാനെത്തിയിരുന്നു. അവിടേക്കൊരു ചെറിയ നായക്കുഞ്ഞ് ഓടിക്കയറി. ആ നായക്കുഞ്ഞിനെ ജനമേജയന്റെ സഹോദരന്മാരായ രാജകുമാരന്മാർ തല്ലി ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ചു. ഈ നായക്കുഞ്ഞ് ഓടി രക്ഷപ്പെട്ട് തന്റെ അമ്മയായ സരമയുടെ അടുത്തെത്തി. ദിവ്യശക്തികളുള്ള ദേവന്മാരുടെ നായയാണ് സരമയെന്നാണ് പറയപ്പെടുന്നത്. സരമ തന്റെ കുഞ്ഞിനോട് നീ അവിടെ എന്തെങ്കിലും ശല്യമുണ്ടാക്കിയോ എന്ന് അന്വേഷിച്ചു. ഞാനവിടെ ഒരു ശല്യവും ഉണ്ടാക്കിയിട്ടില്ല, യാഗവസ്തുക്കളിൽ ഒന്നിലും തന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ഈ നായക്കുഞ്ഞ് അമ്മയായ സരമയോട് പറയുന്നു. സരമ കുഞ്ഞിനെയും കൂട്ടി യാഗസ്ഥലത്തേക്ക് വരികയും ജനമേജയനോട് എന്തിനാണ് എന്റെ മകനെ ഉപദ്രവിച്ചത്, ഭയപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയും ചെയ്തു. നായയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ജനമേജയനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ രാജകുമാരന്മാരുമൊക്കെ നിശബ്ദതയാണ് പാലിച്ചത്. അങ്ങനെയാണ് സരമ ഇവരെ ശപിക്കുന്നത്. അന്യായമായി ഭയപ്പെടുത്തിയാൽ ഒരു നാൾ ആ ഭയം നിങ്ങളെയും തേടി വരും എന്നുള്ളതായിരുന്നു ആ ശാപം. കഴിവുള്ളവരും ശക്തിയുള്ളവരും അതില്ലാത്തവരെ നിരന്തരം ഉപദ്രവിക്കുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മഹാഭാരതത്തിൽ ഉടനീളം നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാകണം മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ തന്നെ സരമയുടെ ശാപം ഒരു മുന്നറിയിപ്പായി മനുഷ്യകുലത്തിന്റെ മുന്നിലേക്ക് വ്യാസൻ വെച്ചു തന്നത്.